അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് സയ്യിദുനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇവിടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്ന നഹ്നു ഉമ്മത്തുൻ ഉമ്മിയ. ഈ ഉമ്മിയ എന്ന സ്വഭാവം ഒരു അലങ്കാരമായി എക്കാലവും കൊണ്ടു നടക്കേണ്ടതുണ്ട് എന്നാണോ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വളരെ വലിയ ഒരു സംശയമുണ്ട്. അതല്ല, അതിനെ മറികടക്കാൻ നമുക്ക് പാടില്ലേ? ഇതിനെ മറികടക്കുകയാണെങ്കിൽ ലാ നക്തുബു വലാ നഹ്സുബ് എന്ന് പറയുന്ന ആ ഒരു സംഗതി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഈ കാണണം, നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണണം എന്ന് പറയുന്ന ആ വാശി നമുക്ക് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉപേക്ഷിക്കേണ്ടി വരില്ലേ? പിന്നെ അലി മണിഖ്വാൻ അവർകൾ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ സഭയും പട്ടക്കാരും ഗലീലിയോവിനോട് പുലർത്തിയ നിലപാട് ഏതായാലും അദ്ദേഹത്തിന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിയോജിക്കാൻ അറിയാത്ത ഒരു കൗമ എന്നാണല്ലോ നമ്മളെ കുറിച്ച് പറയാറുള്ളത്. വിയോജിപ്പ് വിമർശനവും എതിർപ്പും ഒക്കെയായി മാറുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ പറഞ്ഞ ജൂതന്മാരുടെ കലണ്ടർ ന്യൂമൂൺ മുതൽ തുടങ്ങി ന്യൂമൂൺ വരെ അതിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ അടുത്ത ദിവസത്തിന്റെ അവസാനം തുടക്കമാകുന്ന ഒരു കലണ്ടറിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടല്ലോ. ജൂതന്മാരുടെ എല്ലാ സംഗതികളും പിന്നെ കൈവടിയുക എന്നത് ഖുർആൻ സുന്നത്ത് പോലെ ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനമാണോ? അല്ലെങ്കിൽ ഇജ്മാ ഭൂരിപക്ഷമല്ല, ഇജ്മാ പോലെ ഇജ്മാ ഒരു അടിസ്ഥാനമാണ് എന്ന് അംഗീകരിക്കുന്നവർ അവരെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലൊരു അടിസ്ഥാനമാണോ മുഖാലഫത്തുൽ യഹൂദ്? അല്ലല്ലോ. ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞ ആ സന്ദർഭത്തെ മാനിച്ചുകൊണ്ട് വേണം നമ്മളത് മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടു കാലിൽ നടക്കാൻ പാടില്ല, നമ്മൾ പിന്നെ വലത് കൈ കൊണ്ട് തിന്നാൻ പാടില്ല, അങ്ങനെയുള്ള കുറെ സംഗതികൾ ഉണ്ടാവുമല്ലോ. അപ്പോ പറഞ്ഞു വരുന്നത് പ്രവാചകൻ പറഞ്ഞ ആ സന്ദർഭത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ കാര്യത്തെ നാം പിന്നെ ഉൾക്കൊള്ളുവാൻ എന്നാണ്. പിന്നെ 200 വർഷം കലണ്ടറിൽ ആവർത്തിക്കുന്നില്ല. ഞാൻ പഠിച്ചിടത്തോളം എന്നാണ് മണിഖ്വാൻ സാഹിബ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 200 വർഷം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ ആവർത്തിച്ചു വരുന്നില്ല. അത് അള്ളാഹുവിന്റെ അജായിബുകളിൽ ഒന്നായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ ശാസ്ത്രം തെറ്റി എന്നുള്ള അർത്ഥത്തിലല്ല. അള്ളാഹുവിന്റെ അജായിബുകളിൽ ഒന്നാണ് ഈ വർഷം പോലെ മാസത്തിൽ 29, 30 അങ്ങനെയുള്ള ആവർത്തനം അടുത്ത വർഷം ഉണ്ടാവുന്നില്ല. അങ്ങനെ 200 വർഷം ഉണ്ടായിട്ടില്ല. ഉണ്ടാവാം എന്നും അദ്ദേഹം അതിലൊരു വാക്ക് ഉപയോഗിക്കുന്നു, ഉണ്ടാവാം. പക്ഷെ എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ശാസ്ത്രത്തിന്റെ തെറ്റല്ല, ഈ ശാസ്ത്രത്തിന്റെ ഒരു കുറവല്ല, മറിച്ച് അല്ലാഹു തആല ഇവിടെ ഏർപ്പെടുത്തിയ ഒരു സംവിധാനത്തിൽ ഇത്ര വലിയൊരു അത്ഭുതം ഒളിഞ്ഞു കിടക്കുന്നു എന്ന് അദ്ദേഹം നമ്മളെ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ശാസ്ത്രം ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നല്ല പറഞ്ഞത്. എത്തിയിട്ടുണ്ടല്ലോ. പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ മനുഷ്യൻ ഇവിടെ നിന്ന് ചന്ദ്രനിൽ പോയോ ഇല്ലേ എന്നുള്ളത് നാസയുമായി ബന്ധപ്പെട്ട് വേറൊരു ചർച്ച നടക്കുന്നു. ഏതായാലും പോയി എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഇപ്പൊ പോകാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇത്ര മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡുകൾ കൊണ്ട് അവിടെ എത്താം എന്ന് കണക്ക് കൂട്ടി രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ശാസ്ത്ര സംവിധാനം നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ, ഇന്ന ദിവസം ഇന്ന മണിക്കൂറിൽ ഇത്ര സെക്കൻഡിൽ ഗ്രഹണം ഉണ്ടാകുമെന്നും ആ ഗ്രഹണം ഇത്ര നേരം നീണ്ടു നിൽക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നിരിക്കെ, ആ കണക്ക് പെരുന്നാളിനും നോമ്പിനും മാത്രം ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു തീയായി കണ്ട് ഏതായാലും എനിക്ക് എന്നാണ് ഇത് സംബന്ധമായി സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ ചക്രവാളത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. നമ്മുടെ ചക്രവാളത്തിൽ കാണുമ്പോൾ ഏതാണ് ഈ നമ്മുടെ ചക്രവാളം? ഭൂമിയിലുള്ള മനുഷ്യന്മാർക്കൊക്കെ അല്ലാഹു തആല ആകെ കൂടി ഒറ്റ ചക്രവാളം ഉണ്ടാക്കിയിട്ടുള്ളൂ. മഞ്ചേരിക്കാർക്ക് ഒരു ചക്രവാളം, മലപ്പുറക്കാർക്ക് വേറൊരു ചക്രവാളം, അതുപോലെ തിരുവനന്തപുരത്തുകാർ വേറൊരു, അങ്ങനെ ഒരു ചക്രവാളം ഉണ്ടോ? ഈ 2.5 മണിക്കൂറിന്റെ വ്യത്യാസം സൗദി അറേബ്യയും നമ്മളും തമ്മിലുണ്ടെങ്കിൽ അത് ഒരൊറ്റ ചക്രവാളത്തിൽ വരുന്ന നമ്മുടെ കണ്ണുകൾക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് മിഥ്യ. ആ സംഗതിയാണ് മിഥ്യ, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു. അപ്പോൾ ഇതിനൊരു കേന്ദ്രം നമ്മൾ നിശ്ചയിക്കണം. അത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആവണമെന്നില്ല, നമുക്ക് കഅബയാവാം. നമ്മുടെ കേന്ദ്രം അതാണല്ലോ. ആ ഒരു കേന്ദ്രം നിശ്ചയിച്ചുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ഒരു ദിവസത്തിന്റെ ഏകീകരണം തുടങ്ങാമല്ലോ. ഞാൻ പറയുന്നത് ഇതൊക്കെ പിന്നെ ഹറാമല്ലാത്തതൊക്കെ ഹലാൽ എന്ന ഒരു പിന്നെ കായികണ്ടല്ലോ എന്നതുപോലെ ഇത് പാടില്ല എന്ന് വല്ല തെളിവുണ്ടോ ഇസ്ലാമിൽ? ഒരൊറ്റ ദിവസം മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ ആഘോഷിച്ചുകൂടാ. എന്തിനാ വെറുതെ തർക്കിക്കണത്? ഒരൊറ്റ ദിവസം മുസ്ലിങ്ങൾക്ക് നോമ്പ് പറ്റില്ല.
എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? മറ്റതിന് തെളിവ്, അനൈക്യത്തിന് ഒരുപാട് തെളിവുണ്ട്. കൂടെ നമുക്ക് ഇബ്ലീസ് ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് ഐക്യം പാടില്ല എന്നതിന് വല്ല തെളിവുമുണ്ടോ ഇസ്ലാമിൽ എന്ന് പറയാവുന്ന എന്തെങ്കിലും തെളിവ് ഖുർആനിലോ സുന്നത്തിലോ ഒക്കെ ഉണ്ടോ? പിന്നെ ഇവിടെ പറഞ്ഞു കിതാബുകളില്ല എന്നത് ഒരു വലിയ ന്യൂനതയാണോ? ആരെങ്കിലും തുടങ്ങേണ്ട ഒരു ജിത്തിഹാദ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആദ്യത്തെ തഫ്സീർ ഉണ്ടാവുമോ? തഫ്സീറുകളില്ല, ഇമാമുകൾ പറഞ്ഞിട്ടില്ല. അതിൽ ഇമാം അബൂ ഹനീഫ പറഞ്ഞു നഹ്നു റിജാൽ വഹും റിജാൽ എന്ന് പറയാൻ തന്റെ ഉള്ള ഒരാളെങ്കിലും ഉണ്ടാവണമല്ലോ കാലഘട്ടങ്ങളിൽ എവിടെയെങ്കിലും. അല്ലാതെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഖുർആനിലും സുന്നത്തിലും ഇതിന് വിരുദ്ധമായി വല്ലതുമുണ്ടോ? ഇത് മാത്രമാണ് നമ്മൾ പിന്നെ ആലോചിക്കേണ്ട ഒരു സംഗതി. ആരെങ്കിലും ഒരാൾ തുടങ്ങണമല്ലോ ഇത്. ആ തുടങ്ങിയടുത്ത് നിന്ന് നമുക്ക് ആലോചിക്കാം. അല്ലാതെ കിതാബിലില്ല, ഇമാമ് പറഞ്ഞിട്ടില്ല, ഇതൊന്നും ഇസ്ലാമിൽ പറയാൻ പറ്റുന്ന ഒരു തെളിവല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.